ഇവിടെയുള്ള ദൈവദാസനും കുടുംബത്തിനും ദൈവജനത്തിനും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. വീണ്ടും ദൈവമക്കളോട് ഒത്തൊരുമിച്ച് ഇങ്ങനെ ഒരു കൂട്ടായ്മ സ്വർഗത്തിലെ ദൈവം സാവകാശമായി ഒരുക്കി തന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത് ഒരിക്കലും നമുക്ക് വേസ്റ്റായിട്ടുള്ളൊരു സമയമല്ല. നമ്മുടെ ജീവിതത്തിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമ്മളിവിടെ നമുക്ക് വേറെ പല കാര്യങ്ങൾക്കും നമ്മുടെ സമയം ചെലവഴിക്കാമായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ദൈവസന്നിധിയിൽ ഇവിടെ ആയിരിക്കുന്നത് ഒന്നുകൂടി ഷാർപ്പൻഡ് ആവാൻ. ദൈവത്തിൻ്റെ വചനത്തിലൊരു വാക്യം ഇങ്ങനെയുണ്ട്, അയൺ ഷാർപ്പൻസ് അയൺ. അതായത് ഒരു ഇരുമ്പ് വേറെ ഒരു ഇരുമ്പിനെ കൂടുതൽ ഷാർപ്പാക്കി മാറ്റും എന്ന് പറയുന്ന പോലെ നമ്മൾ ദൈവമക്കൾ ഒത്തൊരുമിച്ച് കൂടി വരുമ്പോൾ, ഇവിടെ നമ്മൾ ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ, ഒരുമിച്ച് ദൈവവചനം പങ്കിടുമ്പോൾ നമ്മളുടെ ആത്മാവിൽ നമ്മൾ കുറച്ചും കൂടെ ഷാർപ്പൻഡ് ആവുക. പുതിയൊരു ദർശനവും പുതിയൊരു ദൈവിക കാഴ്ചപ്പാടും പുതിയൊരു വിളിയും ആയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അത് നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് ബൈ ഡീഫോൾട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ദൈവത്തെ വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനായിട്ടും ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഇന്നീ പകൽക്കാലം സ്വർഗത്തിലെ ദൈവം ധാരാളമായി നമ്മളെ അനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ സാന്നിധ്യം ഇന്നീ പകൽക്കാലം ഇവിടെയുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ അങ്ങയുടെ ജനവുമായി നിലകൊള്ളുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഏത് ആത്മാവിനാൽ അങ്ങയുടെ വചനം എഴുതപ്പെട്ടോ അതേ ആത്മാവിനാൽ അങ്ങയുടെ വചനത്തിൻ്റെ പൊരുൾ കർത്താവെ അത് തിരിച്ച് കർത്താവെ അത് ഞങ്ങൾക്ക് വേണ്ടി അത് നിവർത്തിച്ച് നൽകണമേ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പകൽക്കാലം പുത്രൻ്റെ നാമത്തെ അങ്ങ് ഈ പകൽക്കാലം അങ്ങയുടെ മധ്യ അങ്ങ് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന ചോദിക്കുന്നു, പ്രിയ പിതാവേ, ആമേൻ. നിങ്ങൾ ചിലവർക്ക് മെസ്സേജിൻ്റെ ഒരു ടൈറ്റിൽ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇന്ന് ഞാനാണെങ്കിൽ അല്പമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡിവൈൻ റെസ്റ്റോറേഷൻ എന്നുള്ള ഒരു കാര്യത്തെ ആസ്പദമാക്കിയാണ്. ദിവ്യമായ പുനരുദ്ധാനം എന്നുള്ളൊരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സാധാരണ ഷെയർ ചെയ്യുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സാധാരണ ഞാൻ ഷെയർ ചെയ്യാറുള്ളത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്ന ഒരു വചനമാണ്. ഈ കാലയളവിൽ സ്വർഗത്തിലെ ദൈവം അമിതമായി സംസാരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. അതിനായിട്ട് യെശയ്യാവിൻ്റെ പ്രവചനം അതിൻ്റെ 61-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാം വാക്യം ആരെങ്കിലും ശബ്ദമുയർത്തി വായിച്ചാൽ ഉപകാരമായിരുന്നു. എൻ്റെ കയ്യിൽ ഇംഗ്ലീഷ് ബൈബിളാണ്, അതുകൊണ്ട് മലയാളത്തിൽ വായിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. അല്ലെങ്കിൽ സ്ക്രീനിൽ വന്നാൽ ഞാനും വായിക്കാം. ദ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 61 വേഴ്സ് 4. യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും. നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു അധ്യായമാണ് ദ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 61. പ്രത്യേകിച്ച് അതിൻ്റെ 1, 2, 3 വാക്യങ്ങളാണ് നമ്മൾ സാധാരണ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതുമായിട്ടുള്ള വിഷയം. അതായത് യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വന്നു, എന്നെ അഭിഷേകം ചെയ്തു, ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, യഹോവയുടെ പ്രസാദ വർഷം അറിയിപ്പാൻ യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വന്നു എന്നുള്ള ഐസയ 61-ൻ്റെ 1, 2, 3 വാക്യങ്ങളാണ് സാധാരണ നമ്മൾ ശ്രദ്ധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശു കർത്താവും തൻ്റെ ശുശ്രൂഷാ വേളയിൽ ഉദ്ധരിച്ച ഒരു പദമാണ് ഐസയ ചാപ്റ്റർ 61-ൻ്റെ ആദ്യത്തെ 2, 3 പദങ്ങൾ. അങ്ങനെ വിടുതൽ, ദൈവത്തിൻ്റെ അഭിഷേകം യേശുവിൽ പകർന്ന് യേശു വിടുവിച്ച ഒരു കൂട്ടം ജനമുണ്ട്. ആ കൂട്ടം ജനം നമ്മൾ തന്നെയാണ്. കർത്താവ് പലതിൽ നിന്നും നമ്മളെ വിടുവിച്ചു. അങ്ങനെ വിടുവിച്ച് പുറത്ത് കൊണ്ടുവന്ന ജനം എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അവരെ വിടുവിച്ചത് വെറുതെ വീട്ടിൽ പോയി സുഖമായിട്ടിരിക്കാൻ വേണ്ടി മാത്രമല്ല, അവരെ വിടുവിച്ചത് ഒരു ദൗത്യത്തിന് വേണ്ടിയാണ്. ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ഈ ആൾക്കാർ, അതായത് വളരെ വ്യസനത്തിലും സങ്കടത്തിലും ദുഃഖത്തിലും ഹൃദയ തകർച്ചയിലും ഇരുന്നവർക്ക് ഈ സുവിശേഷം വന്ന് അവരെ ഉദ്ധരിച്ചു, അവരെ പുനരുദ്ധരിച്ചു. എന്തിന്? ഒരു പുനർപണിക്ക് വേണ്ടി. ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, അവർ പുരാതന ശൂന്യങ്ങളെ അവർ പണിയും എന്ന് പറഞ്ഞാൽ പണ്ട് പലരും ഈ ശൂന്യങ്ങളുടെ അടുക്കൽ കൂടി നടന്നു, അവയെ നോക്കി, എന്നിട്ട് അവരെല്ലാം കടന്നുപോയി. ശമരിയാക്കാരൻ്റെ ആ സ്റ്റോറിയിലെ പോലെ എന്ന് പറഞ്ഞാൽ പലരും വരുന്നു, നോക്കുന്നു, അവരെല്ലാവരും ജസ്റ്റ് കടന്നു പോവുകയാണ്. എന്നാൽ ഇവിടെ
ദൈവം പറയുന്നു ആ പലരും കടന്നുപോയ ശൂന്യതകൾ അത് കുറേ വർഷങ്ങളായിട്ട് ശൂന്യമായി കിടക്കുക, പക്ഷെ നിങ്ങളാണ് അത് പണിയാൻ പോകുന്നത്. അവർ പട്ടണങ്ങളെ, പുരാതനമായ പട്ടണങ്ങളെ തലമുറകളായി തീർത്തും നശിപ്പിക്കപ്പെട്ട് തീർത്തും ഡെവസ്റ്റേറ്റഡായി കിടക്കുന്ന ശൂന്യതകളെ അവർ പണിയും എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളിവിടെ കാണുന്നത്. ഞാനിങ്ങനെ ഞങ്ങളുടെ അവിടെ ഓസ്ട്രേലിയയിൽ നമ്മൾ താമസിക്കുന്ന ഭവനത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് അല്പം സ്ഥലമുണ്ട്. അവിടെ 2-3 വലിയ മരങ്ങളുണ്ട്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ആ മരങ്ങൾ നോക്കിയപ്പോൾ അത് ശരിക്കും വാടുക ആ മരങ്ങൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ചെറിയ പ്രശ്നമുണ്ട് നനവിൻ്റെ കാര്യത്തിൽ. കുറേ ചെന്ന് ആ മരങ്ങളുടെ ചോട്ടിൽ കിള്ളിയപ്പോൾ എനിക്കറിയായിരുന്നു അവിടെ പൈപ്പുണ്ട്. പക്ഷേ ഞാൻ കൂടുതൽ അവിടെ മാന്തി നോക്കിയപ്പോൾ വേറെ കുറേ പൈപ്പുകൾ അതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ പൂർണ്ണമായും ബറീഡായിരുന്നു. അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് നമുക്ക് റെറ്റിക്കുലേഷൻ എന്ന് പറയും, അതായത് ഈ സ്പ്രിങ്ക്ലേഴ്സ് ഇങ്ങനെ പൊങ്ങി വന്ന് നനയ്ക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അവിടെ. അപ്പോൾ അവിടെ 2-3 പൈപ്പുകൾ പൂർണ്ണമായും മണ്ണിൻ്റെ അടിയിൽ കുഴിക്കപ്പെട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ ആയിരിക്കുന്ന ഒരവസ്ഥ കാണുവാനിടയായി തീർന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചെടികളുടെ വാട്ടവും ഇവിടെ വെള്ളം കിട്ടാത്ത അവസ്ഥയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പൈപ്പുകൾ, വെള്ളം നൽകിക്കൊണ്ടിരുന്ന പൈപ്പുകൾ പൂർണ്ണമായും മണ്ണിൻ്റെ അടിയിൽ പോയി അതിൽ നിന്ന് യാതൊരു രീതിയിലും വെള്ളം വരാത്ത സ്ഥിതി വന്നപ്പോൾ എന്തു പറ്റി? ആ പൈപ്പുകൾ അതിൻ്റെ ഫങ്ഷൻ നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ ഫങ്ഷൻ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കേണ്ട വെള്ളം മൂലം നനയ്ക്കപ്പെടേണ്ട വൃക്ഷങ്ങളുടെ ഫലവും അതിനെ എഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതുപോലെ പലപ്പോഴും ദൈവമക്കളെ നമ്മുടെയും ജീവിതത്തിൽ ദൈവം നമ്മളെ ഒരു പ്രത്യേക പേർപ്പസിനായി, പ്രത്യേക ഉദ്ദേശത്തിനായി, ഫങ്ഷനായിട്ടാണ് ദൈവം നമ്മളെ വിടുവിച്ച് വേർതിരിച്ച് തൻ്റെ കൃപയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ലോകത്തിൻ്റെ പല കാര്യങ്ങളും, ലോകത്തിൻ്റെ ചിന്താകുലങ്ങൾ, പാപത്തിൻ്റേതായ അനുഭവങ്ങൾ, നമ്മുടെ ഹൃദയത്തെ നുറുക്കുന്ന പല അനുഭവങ്ങളും വന്ന് അതെല്ലാം പൂർണ്ണമായും ഇല്ലാതെയാക്കുന്നതാണ് ശത്രുവിൻ്റെ ലക്ഷ്യവും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശത്രുവിന് ഒരു കാര്യം അറിയാം, നമ്മൾ ഒരിക്കലും ഫങ്ഷണൽ ആവത്തില്ല. എന്നാൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇന്ന് ഈ പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നമ്മളെ പലരെയും റീസ്റ്റോർ ചെയ്യാൻ, നമ്മളെ പലരെയും പുനരുദ്ധരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഉദ്ധരിക്കുന്ന ഒരു പകൽക്കാലമാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നു, എബ്രഹാമിൻ്റെ കാലത്ത് പല കിണറുകളും എബ്രഹാം കുഴിച്ചെടുക്കുവാനിടയായി തീർന്നു. എന്നാൽ ഇസ്ഹാക്കിൻ്റെ കാലം വന്നപ്പോൾ ബൈബിൾ പറയുന്നു അവയെല്ലാം ഫിലിസ്തീയര് മണ്ണിട്ട് മൂടി അവയെ നിർജീവമാക്കി. എന്ന് പറഞ്ഞാൽ എബ്രഹാം ഹാരാൻ ദേശത്തു നിന്ന് പലതും കൊണ്ടുവന്നു, പക്ഷെ അവൻ കൊണ്ടുവരാത്ത ഒരു കാര്യമുണ്ടായിരുന്നു, അത് വെള്ളമായിരുന്നു. കാരണം അതിൽ ബാക്കി എന്തും അവന് എവിടെയും കൊണ്ടുപോകാം, അവൻ്റെ കൂടെയുള്ള ആടുമാടുകൾ, വസ്തുക്കളെല്ലാം അവന് കൊണ്ടുപോകാം. പക്ഷെ വെള്ളം അവന് ഈ ഇത്രയും വലിയ അവൻ്റെ വെൽത്ത്, ഇത്രയും വലിയ അവൻ്റെ ആടുമാടുകളെയും അതുപോലെ അവൻ്റെ ദാസിദാസന്മാരെയും ഒക്കെ പോഷിപ്പിക്കാനായിട്ട് അവന് വെള്ളം അതാത് ദേശം കൊടുക്കേണ്ടതാണ്. അതറിഞ്ഞ ശത്രു ആ ദേശത്ത് അവൻ ആ ദേശം അവന് നൽകാൻ എന്തുണ്ടോ അത് തന്നെ ഇട്ട് അടച്ചു മൂടുവാൻ ഇടയായി തീർന്നു. പലപ്പോഴും ദൈവമക്കളെ നമ്മുടെയും ജീവിതത്തിൽ ശത്രുവിനറിയാം ഞാൻ ഈ രീതിയിൽ ഇവരുടെ ആത്മീയം പോയാൽ അവരുടെ തലമുറകളും അടുത്ത തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടും. പക്ഷെ അതറിയുന്ന ശത്രുവിന് നന്നായിട്ട് അറിയും ഇതിൻ്റെ സ്രോതസ് ഞാൻ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യണം. നമ്മളുടെ സ്രോതസ് വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുവിൽ നിന്നാണ്. യേശുവാണ് ജീവജല നദിയുടെ ഉറവ. അപ്പോൾ പിശാചിനറിയാം നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധം നമ്മളുടെ വിച്ഛേദിച്ച് കളഞ്ഞാൽ നമ്മൾ മാത്രമല്ല ജീവജലത്തിൻ്റെ നദി ലഭിക്കാത്തവർ, പക്ഷെ നമ്മളിൽ നിന്ന് യേശു പറഞ്ഞതുപോലെ എന്നിൽ വിശ്വസിക്കുന്നവനിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജല നദിയുടെ ഉറവകൾ പുറപ്പെടുമെന്ന് പറയുന്ന പോലെ നമ്മളിൽ നിന്ന് ഒരു ഉറവ പുറപ്പെടാൻ ഉണ്ട്, അതും കൂടെ അടച്ചു കിട്ടുമെന്ന് ശത്രുവിനറിയാം. അതുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലം നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ മുറുകെ പിടിച്ചിട്ട് പറയുക, ഇല്ല ശത്രുവേ, നീ വിചാരിക്കുന്നത് പോലെ എബ്രഹാം കുഴിച്ച കിണർ മൂടത്തില്ല എന്ന്, മൂടിയ കിണറുകൾ ഞാൻ തിരിച്ച് ഉദ്ധരിക്കും എന്ന് ഇസഹാക്ക് ദൃഢനിശ്ചയിച്ചതുപോലെ തന്നെ ഇന്ന് ഈ പകൽക്കാലം നമുക്കും തീരുമാനിക്കാം. തലമുറയായി അടുത്ത തലമുറക്ക്, അടുത്ത സ്പിരിച്വൽ ജനറേഷന് കൈമാറാനൊന്ന് ദൈവം എൻ്റെ കരത്തിൽ തന്നിട്ടുണ്ട്. അത് ഒരു ശത്രുവും കവർന്നെടുക്കത്തില്ല, അതിൽ ഞാൻ ഉറച്ചു നിൽക്കും എന്ന് ഈ പകൽക്കാലം നമുക്ക് തീരുമാനിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ വചനത്തിൽ വീണ്ടും ഏലീശായുടെ കാലത്ത് നമ്മളിങ്ങനെ കാണുന്നു, ഒരാളുടെ കോടാലി നഷ്ടപ്പെട്ട് വീണ്ടും വെള്ളത്തിൽ പോകുന്ന ഒരു അനുഭവം. അത് ഒരു വലിയൊരു ദൈവപ്രവൃത്തി പണിയാൻ വേണ്ടി ദൈവത്തിൻ്റെ പ്രവാചകന്മാർ തയ്യാറെടുത്ത് വെളിയിൽ പോയപ്പോൾ അവർ
കഷ്ടപ്പെട്ട് അധ്വാനിച്ചുകൊണ്ടിരുന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയതാണ് കോടാലിയുടെ അറ്റം. അപ്പോൾ ഏലീശ വന്നിട്ട് അതിനെ പുനരുദ്ധരിക്കുവാനിടയായി തീർന്നു. പല പണികളും ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ച് ദൈവം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ശത്രുവിനറിയാം എവിടെയെങ്കിലുമൊക്കെ അവരുടെ ഡിസ്ട്രാക്ഷൻ വന്ന് ആ പണീനെ ഇല്ലായ്മ ചെയ്യുവാൻ പലതും ചെയ്യും. പക്ഷെങ്കിൽ ദൈവം കാലാകാലങ്ങൾ പ്രവാചകന്മാരെ ദൈവത്തിൻ്റെ വചനത്തിനെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നുള്ള വിടുതൽ എല്ലാം നൽകി നമ്മളെ പുനരുദ്ധരിക്കുവാൻ ദൈവം സന്നദ്ധന. അത് ദൈവം ഇന്നും ചെയ്യുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി കരയേറ്റുന്നു. വേറെ ഒരു വേദവചന ഭാഗത്തിലേക്ക് പെട്ടെന്ന് ഞാൻ കടന്നു പോകാനായിട്ട് താല്പര്യപ്പെടുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് കടന്നു പോകാം. മതി. വളരെ മനോഹരമായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു വചനഭാഗം. യേശു കർത്താവ് അനേക കുരുടന്മാരെ സൗഖ്യമാക്കി. അതിലുള്ള പ്രത്യേകത, പല കുരുടനെ സൗഖ്യമാക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതികൾ. അതുതന്നെയാണ് നമ്മുടെ ദൈവം പുതിയതൊന്ന് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പുതുവത്സരത്തിൽ, പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ദൈവം പുതിയതായിട്ട് ഉള്ള വിടുതലുകൾ നമുക്ക് നൽകാനായിട്ട് കഴിയും. പണ്ട് പൂർവികന്മാർ കേട്ടതും നമ്മൾ അറിഞ്ഞതും ഒക്കെയുള്ള അനുഭവങ്ങൾക്ക് വിപരീതമായി ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയും. ഇവിടെ ദൈവം പുതിയൊരു രീതിയിലാണ് ഒരു സൗഖ്യം കൊടുക്കുന്നത്. പലപ്പോഴും യേശു ആണെങ്കിൽ ചിലപ്പം സൗഖ്യമാവുക, തൊട്ട് സുഖമാവുക ഒക്കെ പല രീതിയിലും കുരുടന്മാർക്ക് കാഴ്ച. പക്ഷേ ഇവിടുത്തെ തീർത്തും വിഭിന്നമായിട്ടുള്ള ഒരു അനുഭവമാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നു, യേശുവിൻ്റെ അടുക്കലേക്ക് കുരുടനെ ചിലർ കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ എഴുതിയേക്കുന്നത്, ആൻഡ് ദേ begged him to touch him. ഒന്ന് ഓർത്ത് നോക്കി, ഒരു കുരുടനാ, അവനെ കൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് പലരും ചിന്തിക്കും. വേറെ പല കുരുടന്മാരും ശബ്ദം ഉയർത്തിയപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞു നീ മിണ്ടായിരിക്കാൻ. പക്ഷേ ഈ കുരുടൻ്റെ കുരുടൻ വളരെ സ്പെഷ്യൽ ക്യാരക്ടറായിരുന്നു. അവൻ തിരിച്ച് കാഴ്ച കാണണമെന്ന് വേറെ പലർക്കും ആഗ്രഹമുണ്ട്. കാരണം അവൻ്റെ ജീവിതം കൊണ്ട് എന്തോ മറ്റുള്ളവർക്ക് അവൻ സുഗ്രാഹ്യമായ രീതിയിലാണ് അവൻ്റെ ജീവിതം നയിച്ചത്. ഇംഗ്ലീഷ് ബൈബിളിൽ ഞാൻ പറഞ്ഞതുപോലെ അവിടെ എഴുതി വെച്ചേക്കുന്നത്, they begged Jesus to touch him. അവർ യേശുവിനെ കേണപേക്ഷിച്ചു ഈ കുരുടനെ ഒന്ന് തൊട്ട് സൗഖ്യമാക്കുവാൻ. പലപ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സഭാ മെമ്പേഴ്സിൻ്റെ നടുവിലൊക്കെ നമ്മൾ ജീവിക്കുന്നത്. നമ്മളെല്ലാവരെയും ഉൾക്കൊണ്ട് അവരെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ കാണും, ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി എന്നുള്ള രീതിയിലുള്ള ഒരു ജീവിതമാണോ നയിക്കുന്നത്. നമ്മുടെ ഒരു കഷ്ടപ്പാടിനെയും ദുഃഖത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും അനുഭവത്തിൽ മറ്റുള്ളവർ വന്ന് ഈ വ്യക്തി ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമാണ്, ഇവൻ്റെ വിടുതൽ മാത്രമല്ല ഞങ്ങളുടെ വിടുതലുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു, ഇവനെ തൊട്ടേ പറ്റു കർത്താവേ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണോ നമ്മളെന്ന് പരിശോധിക്കുന്നതിൽ തെറ്റില്ല. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അവനേക്കാളും കൂടുതൽ മറ്റുള്ളവർക്കായിരുന്നു അവൻ്റെ വിടുതലിനെ ആവശ്യമായിട്ട് വന്നത്. അങ്ങനെ അവർ ഈ കുരുടനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കടത്തിക്കൊണ്ട് വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. സാധാരണ കുരുടന്മാരെ ഒരു വാക്കിൽ അവിടെ വെച്ച് തന്നെ സൗഖ്യമാക്കുന്ന കർത്താവ് ആദ്യം അവൻ്റെ കരത്തെ പിടിച്ച് അവനെ ആ ഊരിൽ നിന്ന്, ആ ഗ്രാമത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമ്മളിവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നു. അങ്ങനെ വെളിയിൽ കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ യേശു തുപ്പി അവൻ്റെ കണ്ണിനെ സ്പർശിച്ചിട്ട് പറഞ്ഞു, നീ എന്നെങ്കിലും കാണുന്നുണ്ടോ എന്ന്. ഇവിടെ നമ്മൾ കാണുന്നത്, സാധാരണഗതിയിൽ ഓൾറെഡി സൗഖ്യം നടന്നില്ല. സൗഖ്യം നടക്കുന്നതിന് മുമ്പ് തന്നെ അസാധാരണമായൊരു കാര്യമാണ് ഇവിടെ കർത്താവ് ചെയ്യുന്നത്. അവൻ കണ്ണിൽ തുപ്പി. ഒരു സൗഖ്യത്തിന് വേണ്ടി ചില ക്രിയകൾ ദൈവം അനുവദിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ ഒരു കാഴ്ചപ്പാടുണ്ടാവും, ഇങ്ങനെയായിരിക്കും ദൈവം വിടുതൽ നൽകുന്നത്. പക്ഷേ അതിൽ നിന്ന് ചിലപ്പം വിപരീതമായിട്ടായിരിക്കും കർത്താവ് പ്രവർത്തിക്കുന്ന രീതി. അങ്ങനെ ആയാലും കർത്താവ് ഏത് രീതിയിലും ആരിൽ കൂടിയും അങ്ങ് എൻ്റെ ജീവിതത്തിൽ സ്പർശിക്കാമെന്നുള്ള ഒരു വളരെ ഹമ്പിൾ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെങ്കിൽ, വളരെ ഒരു എളിമയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ, ദൈവം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പോലും ദൈവം ചില പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ നമ്മൾ കാണുന്നു, കർത്താവ് അവനെ ഒന്നാമത്തെ സമൂഹത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തു.
ചില സമയങ്ങളിൽ കർത്താവ് നമ്മൾക്ക് വിടുതൽ നൽകാൻ ചില സമയങ്ങൾ യേശുവുമായിട്ട് ഒറ്റയ്ക്ക് ചില സമയങ്ങൾ നമ്മൾ വേറിട്ടിരിക്കേണ്ട കാര്യം ഇവിടെ നമ്മൾ ദൈവത്തിന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്നു. മറ്റ് പല വിടുതലുകളും കർത്താവ് സമൂഹത്തിൻ്റെ നടുവിൽ നിന്ന് ചെയ്തെങ്കിലും ഈ വിടുതൽ അവൻ ഒറ്റയ്ക്ക് 1-on-1 ഡെലിവറൻസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് പറയാം, കർത്താവ് എന്നെ പുനരുദ്ധരിക്കുവാൻ ഇതാ ഞാൻ വേറിട്ട് യേശുവെ അങ്ങയോട് ഒറ്റയ്ക്ക് ചില നിമിഷങ്ങൾ എൻ്റെ പ്രൈവസിയിൽ, എൻ്റെ വീടിൻ്റെ പ്രൈവസിയിൽ ഞാൻ ചെലവഴിക്കുവാൻ ഞാൻ ഞാൻ കടന്നു വരുന്നു എന്നുള്ളൊരു തീരുമാനം നമുക്ക് ദൈവസന്നിധിയിൽ എടുക്കാം. ഇവിടെ നമ്മൾ കാണുന്നു, ഇവൻ ഒരിക്കൽ കാഴ്ചയുള്ളവനായിരുന്നു. കാരണം യേശു അവനോട് ചോദിച്ചു, നീ എന്ത് കാണുന്നു എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യനെ കാണുന്നു, പക്ഷെ മരത്തെ പോലെയാണ്. അപ്പോൾ അവൻ മരത്തെയും കണ്ടിട്ടുണ്ട്, മനുഷ്യനെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവന് തിരിച്ചറിയാൻ കഴിഞ്ഞു, ഇത് മനുഷ്യനല്ല ഞാൻ ഈ കാണുന്നത്, ഞാൻ മരത്തെയാണ് കാണുന്നതെന്ന്. അപ്പോൾ ഇവൻ ജന്മനാ അന്ധനല്ല, ഇവൻ കാഴ്ച റീസ്റ്റോർ ചെയ്യപ്പെട്ട വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ തിരിച്ച് കാഴ്ച ലഭിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. അവൻ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവെ ഞാനാണെങ്കിൽ കാണുന്നു, പക്ഷേ ഞാൻ മരത്തെ പോലെയാണ് മനുഷ്യനെ കാണുന്നത്. അപ്പോൾ കർത്താവ് അവൻ്റെ കണ്ണിനെ വീണ്ടും സ്പർശിച്ചു. അങ്ങനെ അവൻ പൂർണ്ണ കാഴ്ചയുള്ളവനായിട്ട് തീരുവാനിടയായി തീർന്നു. ഇവിടെ നമ്മൾ കാണുന്നത്, പലപ്പോഴും നമ്മളും ആത്മീയ ഗോളത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പലതും കാണുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പറയും, കർത്താവ് എൻ്റെ കാഴ്ച വർദ്ധിപ്പിച്ച് തരണമേ. നമ്മളൊക്കെ ഭൗതികമായി കാണുന്നുണ്ടാവാം, പക്ഷെ നമ്മുടെ ആത്മീയ കണ്ണുകൾക്ക് ഒരു നെക്സ്റ്റ് ലെവൽ ദർശനം, വെളിച്ചം കാണേണ്ടതുപോലെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ, മനുഷ്യനെ മരമായിട്ടല്ല, മനുഷ്യനെ മനുഷ്യനായി കാണാൻ, ആത്മാവിൽ കാണാൻ തക്കവണ്ണം ഈ പുതിയ വർഷത്തിൽ നമുക്ക് പറയാം, കർത്താവെ എൻ്റെ വെളിപ്പാട്, എൻ്റെ ഉൾക്കണ്ണുകളുടെ വെളിപ്പാട്, എൻ്റെ ആത്മീയ കണ്ണുകളുടെ വെളിപ്പാട് കൂടുതൽ ഷാർപ്പാക്കണമേ, കൂടുതൽ നെക്സ്റ്റ് ലെവലിലേക്ക് ആക്യുറേറ്റ് ആയിട്ട് ആത്മമണ്ഡലത്തിൽ കാണുവാൻ തക്കവണ്ണം എൻ്റെ കണ്ണുകളെ അങ്ങ് ഇനിയും തുറക്കണമേ എന്ന് പറഞ്ഞുള്ള ഒരു സമർപ്പണത്തോടെ ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇവിടെ ബൈബിൾ പറയുന്നു, അവൻ കണ്ടു, അവൻ ക്ലിയറായി കാണുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾക്ക് ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിലെ വിശ്വാസി എന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ടുള്ള, കർത്താവെ ആ വിടുതൽ ആ കുരുടന് കൊടുത്തെങ്കിൽ, അവനെ റീസ്റ്റോർ ചെയ്തെങ്കിൽ എൻ്റെയും കാഴ്ച അങ്ങ് പുനരുദ്ധരിക്കണമേ. ഞാൻ അങ്ങ് കാണേണ്ടതുപോലെ പൂർണ്ണമായി കാണുവാൻ, ഭാഗികമായി കാണുവാനല്ല, പൂർണ്ണമായി കാണുവാൻ, ജനത്തെയും മറ്റുള്ളവരെയും സാഹചര്യത്തെയും എല്ലാം ഞാൻ എൻ്റെ അഭിപ്രായത്തിൻ്റെ ബേസിസിലും അതുപോലെ എൻ്റെ പരിചയസമ്പത്തിൻ്റെ ബേസിസിലും എൻ്റെ ജ്ഞാനത്തിൻ്റെ ബേസിസിലും അല്ല ഞാനതെ കാണുകയോ അളക്കുകയോ ചെയ്യേണ്ടത്. അങ്ങയുടെ ആത്മാവിനാൽ ഞാനവയെ എൻ്റെ ഉൾക്കണ്ണുകൊണ്ട് കാണുവാൻ തക്കവണ്ണം എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ. പിന്നീട് ഒരു രസകരമായൊരു കാര്യമാണ് കർത്താവ് ഇവിടെ ചെയ്യുന്നത്. അവനോട് പറയുന്നു, ഇനി നീ മേലാൽ ആ ഊരിലേക്ക് തിരിച്ചു പോകരുതെന്ന്. ഈ ഊര് നമ്മൾ ആദ്യം വായിച്ചു, ബെത്സെയ്ദ എന്ന് പറയുന്ന പ്രദേശമാണ്. എന്ന് പറഞ്ഞാൽ പത്രോസിൻ്റെയും അന്ത്രോയോസിൻ്റെയും ഒക്കെ സ്വദേശം, സ്വന്തം നാട്. ഈ ബെത്സെയ്ദയിൽ വേറെ പല വിടുതലുകളും, പലർക്കും വിടുതൽ നടക്കുന്ന സ്ഥലമായിരിക്കാം. പലതും യേശു കർത്താവിനെ പറ്റി പറഞ്ഞത്, യേശു കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്ത സ്ഥലമാണ്. പക്ഷേ എന്നാൽ പോലും ഈ കുരുടന് അവൻ്റെ സൗഖ്യം ഈ ഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, അവൻ തിരിച്ച് ഈ ഗ്രാമത്തിലേക്ക് പോകാൻ ദൈവത്തിൻ്റെ പദ്ധതിയല്ല. ദൈവമക്കളെ, പലർക്കും പലതും ഓക്കെ ആയിരിക്കാം അവരുടെ ജീവിതത്തിൽ. എന്നാൽ നിങ്ങൾക്കും എനിക്കും വ്യത്യസ്തമായിട്ടുള്ളൊരു വിളിയാണ് ലഭിച്ചതെങ്കിൽ അവരുടെ കൂടെ അല്ല നമ്മൾ അത് അവരിൽ നിന്ന് വ്യത്യസ്തരായി ഇറങ്ങി വരണം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ ചിലപ്പം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ഒക്കെ ധാരാളമായി പല ഈ ഊര് അല്ലെങ്കിൽ വില്ലേജ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. നമ്മളിങ്ങനത്തെ പല കൂട്ടങ്ങളിൽ, ചിലപ്പോൾ നമ്മുടെ ചങ്ങാതിമാർ തന്നെ ആയിരിക്കാം, അവരുടെ ഒക്കെ കൂട്ടത്തിൽ നമ്മൾ ധാരാളം സമയം ചെലവഴിക്കുന്നവരായിരിക്കാം. ഇവിടെ യേശു അവനോട് പറഞ്ഞു, നീ ഊരിലേക്ക് തിരിച്ചു പോകരുത്, പകരം അവൻ്റെ ഭവനത്തിലേക്ക് അവനെ അയച്ചു. അപ്പോൾ അവൻ്റെ ഭവനവും ഈ ഊരും, അവൻ ഈ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഊരും രണ്ടും രണ്ടാന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവൻ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അവൻ്റെ സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നത് ഈ ബെത്സെയ്ദയിലാണ്. എന്നാൽ അവൻ്റെ ഊര് വേറെയാണ്, അവൻ്റെ വീട് വേറെയാണ്. അപ്പോൾ ദൈവം ഇവിടെ നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ
നമ്മളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ദൈവം പുനരുദ്ധരിക്കുവാൻ പുതിയൊരു വർഷത്തിൽ പുതിയൊരളവിൽ പുതിയ ദർശനത്തോടെ ദൈവം നമ്മളെ നടത്തുന്നതിന് മുൻപ് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്, ചിലത് എന്നെ പ്രതി വിടുവാൻ, വേർപിരിഞ്ഞ് വരുവാൻ നീ തയ്യാറാവണോ എന്നുള്ള ചോദ്യമാണ്. ചിലത് നമുക്ക് കംഫോർട്ട് സോൺ ആയിരിക്കാം, പക്ഷെങ്കിൽ നമ്മളുടെ വിടുതലും ആ കംഫോർട്ട് സോണുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. നമ്മൾ അവയെ പൂർണ്ണമായും കർത്താവെ ഇതെല്ലാം ഞാൻ വിട്ട് ഞാനാണെങ്കിൽ ദൈവമേ അങ്ങുമായിട്ട് ഒറ്റയ്ക്ക് ചില സമയങ്ങൾ ചെലവഴിക്കുവാൻ ഇതാ ഞാൻ ഇറങ്ങി വരുന്നു എന്നുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾക്ക് ഈ പുതുവത്സരത്തിൽ ദൈവസന്നിധിയിൽ എടുക്കാം. ദൈവവുമായിട്ട് ചിലതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇവൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയത്, നമുക്കറിയത്തില്ല. ഈ ചിലപ്പോൾ ബെത്സേദയുടെ അനുഭവങ്ങളായിരിക്കാം. ബെത്സേദയെ പറ്റി യേശു നമുക്കങ്ങോട്ട് വായിക്കണ്ട, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. മത്തായി സുവിശേഷം 11-20-21 വാക്യങ്ങളിൽ, മത്തായി സുവിശേഷം 21 അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ യേശുവിനെ പറ്റി ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അങ്ങോട്ട് പോകണമെന്നില്ല. യേശു ധാരാളം അത്ഭുതങ്ങൾ ചെയ്ത പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെപ്പറ്റി അവൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് 21 വാക്യമുണ്ട്. എന്ന് പറഞ്ഞാൽ യേശു ആ 2 പട്ടണങ്ങളാണ് ആ സമയത്ത് പ്രധാനമായി പറയുന്നത്. ഒന്ന് ഖൊറേസൻ, മറ്റത് ബെത്സേദ. നമ്മൾ ഈ കണ്ട ഇതേ ബെത്സേദ എന്ന് പറഞ്ഞാൽ മത്തായി സുവിശേഷത്തിൽ എഴുതിയേക്കുന്ന അവൻ ധാരാളം പ്രവൃത്തികൾ ചെയ്യുകയും മാനസാന്തരപ്പെടാത്തതും ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ബെത്സേദ. വേറെ പലർക്കും കർത്താവ് പലതും ചെയ്തു, പക്ഷേ ഈ വിടുതൽ, ഇവന് വേണ്ടിയുള്ള സ്പെഷ്യൽ വിടുതൽ കർത്താവ് എനിക്ക് തോന്നുന്നു തീരുമാനിച്ചു, ഇനി ഞാൻ നിങ്ങൾക്കിത് കാണിക്കാൻ പോകുന്നില്ല, നീ ഇവിടെ നിന്ന് ഇറങ്ങി വാ, നിന്നെ ഞാൻ വെളിയിൽ കൊണ്ടുപോയി വിടുതൽ തന്നിട്ട് നിന്നെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞയക്കുക. ഈ അവിശ്വാസികളായ ഇവരുടെ കൂടെ നീ നിന്നാൽ ഇനി നിൻ്റെയും ഈ വിടുതലിനെ നീ സംശയിച്ച് നീ എന്നിൽ നിന്ന് മാറുവാനിടയെത്തി. നമ്മൾ ആരുമായിട്ട് കൂട്ടുകൂടുന്നോ, ഏത് സർക്കിളുകളിലാണോ നമ്മൾ ഞായറാഴ്ച ഇവിടെ വരുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യം, ദൈവമക്കളോട് ഒത്തൊരുമിച്ചുള്ള കൂട്ടായ്മ. പക്ഷെ നമ്മുടെ തിങ്കളാഴ്ച, നമ്മുടെ ചൊവ്വാഴ്ച, നമ്മുടെ മറ്റ് ദിവസങ്ങൾ എവിടെയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. കാരണം പലതും ഇത് കർത്താവുമായിട്ടുള്ള ഏകാഗ്രത, നമ്മുടെ വിശ്വാസം, ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശ. ഈ പട്ടണം അത്ഭുതങ്ങൾ കണ്ട പട്ടണമാണ്, അടയാളങ്ങൾ കണ്ട പട്ടണമാണ്. പക്ഷെങ്കിൽ ഈ വ്യക്തിനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് നീ അവരിൽ നിന്നെല്ലാം ഇറങ്ങി വാ. കാരണം ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്ന് മാനസാന്തരത്തിൻ്റെ ഫലം അവരുടെ നടുവിൽ കിളുക്കാൻ, അത് ഫലം കായ്ക്കാൻ ഇടയായി തീർന്നില്ല എങ്കിൽ ഇനി നിനക്കുള്ളത് അല്ല ഈ പട്ടണം. അതുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലം നമുക്ക് ഒരു കാര്യം തീരുമാനിക്കാം. കർത്താവേ, ഞാൻ ഇറങ്ങി വരുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഞാൻ എവിടെയാണോ എൻ്റെ സമയം വേസ്റ്റ് ആക്കുന്നു, ദൈവസന്നിധിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയം ഞാൻ എവിടെയൊക്കെയാണോ വേസ്റ്റ് ആക്കുന്നു, എന്തിലൊക്കെയാണോ എൻ്റെ കണ്ണുകൾ, എൻ്റെ കാതുകൾ, എൻ്റെ പാദങ്ങൾ, എൻ്റെ കരങ്ങളൊക്കെ ഞാൻ സ്പർശിക്കുന്നു, അതിൽ നിന്നെല്ലാം ഞാൻ കർത്താവെ ഇറങ്ങി വന്ന് ദൈവത്തോടൊത്തൊരുമിച്ചുള്ള ഒരു വാസം, പുതിയൊരു ജീവിതത്തിന് വേണ്ടി തയ്യാറായി ഇതാ ഞാൻ ഇറങ്ങി വരുന്നു എന്നുള്ളൊരു സമർപ്പണത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഇന്ന് ഈ പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ഗോഡ്, ആമേൻ. അപ്പം നമുക്ക് പലതും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, കർത്താവ് എനിക്ക് വിടുതൽ നൽകണമേ എന്ന്. ചോദ്യം ഇതാ, ആ വിടുതലും കൊണ്ട് നമ്മൾ എന്തുവാ ചെയ്യാൻ പോകുന്നത്? പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, കർത്താവ് ഉണർവയക്കണമേ എന്ന്. ചോദ്യം ഇതാ, നമ്മൾ എന്തുവാണ് ഈ ഉണർവും കൊണ്ട് ചെയ്യാൻ പോകുന്നത്? നമ്മൾക്ക് ദൈവം വിടുതൽ നൽകുന്നത്, സൗഖ്യം നൽകുന്നത്, നമ്മുടെ കുടുംബത്തെ പുനഃസ്ഥാപിക്കുന്നത് എല്ലാം എന്തിനെന്ന് ചോദിച്ചാൽ ശൂന്യതകളെ പണിയാൻ വേണ്ടിയാണ്. നമ്മൾ ആദ്യം വായിച്ച കുറിവാക്യം, നമ്മൾക്ക് ഈ വിടുതലെല്ലാം ദൈവിക അഭിഷേകം വ്യാപരിച്ച് നമ്മളെ പുറത്ത് കൊണ്ടുവരുന്നത് ഒരു പണിക്ക് വേണ്ടിയാണ്. അനേക തലമുറകളായി എല്ലാവരും നോക്കിയിട്ട് അവഗണിച്ച് നടന്നു നീങ്ങിയ ഈ കോതമംഗലം പട്ടണത്തെ പുനരുദ്ധരിക്കുവാൻ ദൈവമക്കളെ ഇന്നിവിടെ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് വേണ്ടി വെളിപ്പെടുന്നുണ്ട്. ആ സാന്നിധ്യത്തെ സ്വീകരിച്ച് കർത്താവ് ഞാൻ റെഡിയാ പണിക്ക്. പലരും നോക്കിയിട്ട് അവർ ചിലപ്പം മാറിപ്പോയെങ്കിൽ, പലരും അവരുടെ കംഫോർട്ട് മാത്രം നോക്കി നിന്നെങ്കിൽ, ഞാൻ ഇതാ അങ്ങയുടെ പണിക്ക് വേണ്ടി തയ്യാറായി വരുന്നു. ഈ യെശയ്യാ പ്രവചനം 61 അധ്യായത്തിൽ നമ്മൾ കാണുന്ന ദൈവം വിടുവിച്ച ജനത്തിന് ഒരു കാര്യം ചിന്തിക്കാമായിരുന്നു. ഇത്രയും നാൾ ഞങ്ങൾ കഷ്ടപ്പെട്ടു,
ഇനിയെങ്കിലും ഞങ്ങൾ നല്ലൊരു പട്ടണത്തിൽ പോയി, ഓൾറെഡി എസ്റ്റാബ്ലിഷ് പട്ടണത്തിൽ പോയി സുഖമായി ജീവിക്കട്ടെ. അങ്ങനെയല്ല അവർ ചിന്തിച്ചത്. അവർ ചിന്തിച്ചു, ഇത്രയും ഞങ്ങൾ രട്ടിലും വിണ്ണീരിലും ഇരുന്നു, ഞങ്ങൾ കാരാഗ്രഹത്തിലിരുന്നു, ദൈവം ഞങ്ങളെ വിടുവിച്ചു, ഇനി പണിയാനാണ് ഞങ്ങൾ തയ്യാറാവുന്നത്. ഞങ്ങൾ ഇവിടം കൊണ്ട് നിർത്തുന്നില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് പണി ആരംഭിച്ച് ഞങ്ങളുടെ ആയുസ് മുഴുവൻ ചെലവിട്ടാൽ. ശത്രു പറയും, വെറുതെ നീ തുടങ്ങണ്ട. സൻബല്ലത്തും തോലിബ്യാബും വന്ന് പറയും, വെറുതെ ഒരറ്റം തൊട്ട് തുടങ്ങണ്ട നെഹമ്യാവേ. പക്ഷെ നമുക്ക് പറയാം, ഇല്ല, ഞാൻ പണിയും, വരും തലമുറകൾക്ക് വേണ്ടി ഒരു ലെഗസി ആയിട്ട് ഇത് നിലനിർത്തുമാറ് ഞാൻ പണിയും എന്നുള്ള ഒരു ധൈര്യത്തോടും സമർപ്പണത്തോടും ദൈവത്തിൻ്റെ സഹകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. വീണ്ടും ഒരു ദൈവവചന ഭാഗത്തേക്ക് പെട്ടെന്നൊന്ന് കടക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പസ്തോല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 20 തൊട്ട് 35 വരെയുള്ള വാക്യങ്ങൾ. കുറച്ചധികം വാക്യങ്ങൾ നമ്മൾ വായിക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇവിടെ ദൈവവചനപ്രിയരാണ്, അതുകൊണ്ട് അല്പം വാക്യങ്ങൾ വായിക്കുന്നതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കട്ടെ. അപ്പസ്തോല പ്രവൃത്തി, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 7 വേഴ്സ് 20 to 35. കുറച്ചധികം വാക്യങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. മനോഹരമായ ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഇവിടെ ഇത് സ്തേഫാനോസ് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ് മോശേനെ പറ്റി. മോശ ഒരു കാലത്ത് ചിന്തിച്ചു. ഇവിടെ ബൈബിളിൽ ഇങ്ങനെ എഴുതിയേക്കുന്നത്, അപ്പസ്തോല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 22-ാമത്തെ വാക്യം, മോശ മിസ്രൈമിൻ്റെ സകല ജ്ഞാനത്തിലും നിപുണനായിരുന്നു, അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായിരുന്നു. അത് 22-ാം വാക്യം. 25-ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നത്, മോശ തിരിച്ചറിഞ്ഞു, ഈ ദൈവം എന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഈ ജനത്തെ വിടുവിക്കാൻ വേണ്ടി. പലപ്പോഴും നമ്മളുടെ റെഫറൻസ് പോയിന്റ് മോശേനെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത് മുൾപ്പടർപ്പിൻ്റെ അവിടെ വന്നിട്ട് മോശ പറയുക, കർത്താവേ, ഞാൻ വിഖ്യനായ നാവുള്ളവനാ, എന്നെ അയക്കല്ലേ എന്ന്. പക്ഷേ ഈ മോശയ്ക്കൊരു പാസ്റ്റ് ഉണ്ട്. ഇവിടെ ബൈബിൾ 22-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായിരുന്നു എന്നാ. ഈ വിക്കുള്ള മോശ പിന്നെ വിക്കനാ, എന്നെ അയക്കല്ലേ, ഞാൻ ഒരിക്കലും അങ്ങയോട് സംസാരിക്കുമ്പോൾ പോലും എനിക്ക് ധൈര്യമില്ല എന്നൊക്കെ പറയുമ്പം അത് ഇനി എന്നെ സകല ഹോപ്പും നഷ്ടപ്പെട്ട ഒരു മോശയാണ്. കാരണം ഒരു കാലത്ത് തൻ്റെ 40കളിൽ മോശ ചിന്തിച്ചു, ദൈവം എന്നെ തന്നെയാണ് തിരഞ്ഞെടുത്ത്. ഞാൻ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ പപ്പയും മമ്മിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു അസാധാരണ വിളിയാണ് എൻ്റെ മേൽ. അതുകൊണ്ടാണ് അമ്മ എടുത്ത് വെറുതെ നൈൽ നദിയിൽ പ്രവേശിച്ചപ്പോൾ ദൈവം തന്നെ ദൂതനെ ഡയറക്റ്റ് ചെയ്യുന്നത് പോലെ ഈ പേടകം ഡയറക്റ്റ് ചെയ്ത് ഒക്കെ വിടുവിച്ചെടുത്ത്. അപ്പം അവൻ വളർന്നത് മുഴുവൻ ഒരു ചിന്തയോടെയാ, ഞാനാണ് ഈ ഇസ്രായേലിൻ്റെ ഉദ്ധാരകനാവാൻ പോകുന്നത്. ദൈവങ്ങളെ, നമ്മളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ വന്ന കാലം തൊട്ട് ദൈവം പല വാഗ്ദത്തങ്ങളും നിങ്ങളെയും എന്നെയും പറ്റിയും പറഞ്ഞിട്ടുണ്ടാവാം. എന്നാൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവാം, ജീവിതത്തിൻ്റെ ദൈർഘ്യം ജീവിതത്തിൽ പല ഏടുകൾ കടന്നു പോകുമ്പോൾ, ദൈവമേ, യെസ്, ഞാൻ വാഗ്ദത്തത്തോട് അടുത്തു വരുന്നു, ഇതാ ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ നിറവേറാൻ പോകുന്നു. ആക്ച്വലി അങ്ങനെ തന്നെ ആവുകയും ചെയ്തു. മോശേനെ പറ്റി പറയുന്നത്, അവൻ മിസ്രൈമിൻ്റെ എല്ലാ വിദ്യയും അഭ്യസിച്ചു എന്ന് മാത്രമല്ല, അവൻ ആക്ച്വലി വാക്കിൽ അവൻ വളരെ പവർഫുൾ ഒറേറ്റർ ആയിരുന്നു. അവൻ പവർഫുൾ, ഇംഗ്ലീഷിൽ ഹി വാസ് പവർഫുൾ ഇൻ സ്പീച്ച് ആൻഡ് ആക്ഷൻ. ഇതൊക്കെ മോശ മിസ്രൈമിനെ തല്ലിക്കൊല്ലുന്നതിൻ്റെയും മിദ്യാനിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ അവൻ മിടുക്കൻ, അവൻ ചിലത് ദൈവം കൊടുത്തായിരുന്നു. പക്ഷേങ്കിൽ ദൈവത്തിനൊരു കാര്യം അറിയാമായിരുന്നു, മോശ റെഡിയല്ലായിരുന്നു. അന്നത്തെ കാലത്ത് മോശ കൊട്ടാരത്തിൽ വളർന്നവനാണ്. ഇവൻ എങ്ങനെയാണ് 40 കൊല്ലം മരുഭൂമിയിൽ കൂടി ആരെങ്കിലും കടത്തിക്കൊണ്ടുപോകാൻ പോകുന്നത്? അപ്പോൾ ദൈവം അവന് വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കി. ദൈവം അനുവദിച്ചിട്ട് അവനൊരു കയ്യബദ്ധം വന്നുപോയി. ദൈവങ്ങളെ, നമ്മുടെയും ജീവിതത്തിൽ പലതും, ചില കയ്യബദ്ധങ്ങൾ, ചില വാക്കുകൾ നമ്മൾ പറഞ്ഞത്, മറ്റുള്ളവർ മുറിവേക്കാൻ പറഞ്ഞതൊക്കെ നമ്മൾ ഇന്ന് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേങ്കിൽ ഇന്ന് അതിനെയെല്ലാം ഓർത്ത് വിലപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിന് പകരം, ദൈവമേ, ഇതെല്ലാം സംഭവിച്ചു പോയി, എൻ്റെ ജീവിതത്തിൽ പല പാകപ്പിഴകളൊക്കെ വന്നുപോയി, എന്നാൽ ഞാൻ എൻ്റെ വീഴ്ചകളും എല്ലാം ഇതാ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വെക്കുന്നു, അങ്ങ് ഇതിനെ എല്ലാം ഉദ്ധരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാൻ പറ്റിയൊരു പകൽക്കാലമായി മാറട്ടെ. അങ്ങനെ മോശ ചിന്തിച്ചു, എല്ലാം തീർന്നു, ഇനി എനിക്കൊരു ആയുസ്സേ ഇല്ല. അങ്ങനെ മോശ മിദ്യാൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോയെങ്കിലും പിന്നെയും ഒരു 40 കൊല്ലം കഴിഞ്ഞപ്പോൾ പലർക്കും വേണ്ടിയല്ല, ഒരൊറ്റയൊരുത്തന് വേണ്ടി ഒരു മുൾപ്പടർപ്പ് അവിടെ കത്തുവാനിടയായി തീർന്നു. കാരണം മറ്റൊന്നുമല്ല, മോശേനെ തിരിച്ച് ഒരു പുനരുദ്ധാരണത്തിന് പുതിയൊരു വ്യക്തിയായി
പുതിയൊരു അഭിഷേകത്തിൽ, പുതിയ വാക്കിൻ്റെ ബലത്തിൽ, പ്രവൃത്തിയുടെ ശക്തിയിൽ എല്ലാം കൊണ്ടുവരുന്ന. മിസ്രയീം പണ്ട് കണ്ട ഒരു മോശയല്ല, അവർ കാണാത്തൊരു മോശയുണ്ട്. മിസ്രയീം അറിഞ്ഞ ഒരു മോശ ഒന്ന്, പക്ഷെ മുൾപ്പടർപ്പിൻ്റെ അനുഭവം കിട്ടിയ മോശ വേറെ ഒന്ന്. ആ മോശ ഇതാ പുതിയൊരു അധികാരത്തിൽ കടന്നു വരുന്നതാണ് നമ്മൾ ഇവിടെ കാണുവാനിടയായി തീർന്നത്. അവൻ മോശ ദൈവസന്നിധിയിൽ തന്നെ ഏൽപ്പിച്ച് നമ്മളിവിടെ കാണുന്നു. മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്നെ അയക്കണ്ട. അത് പറയുന്നത് എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടതാ. പണ്ടൊക്കെ ഞാൻ ചിന്തിച്ചു, ഞാനായിരുന്നു ഇവരുടെ ഉദ്ധാരകൻ, ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു, പക്ഷേ അതെല്ലാം അസ്തമിച്ചു, ഇനി എന്നെ അയക്കല്ലേ. കർത്താവ് പറഞ്ഞു, മോശേ അന്ന് ഞാൻ നിന്നെ അയച്ചായിരുന്നെങ്കിൽ നീ നിൻ്റെ മിസ്രൈമിൻ്റെ വിദ്യകൾ, നീ അന്ന് മിസ്രൈം നിന്നെ തന്ന സാമർഥ്യങ്ങൾ എല്ലാം നീ ഉപയോഗിച്ചിട്ട് നീ അതിനെല്ലാം ഗ്ലോറി കൊടുത്തേനെ. പക്ഷെങ്കിൽ ഇന്ന് നിനക്ക് ആകെ ഒരു ഇടവടി മാത്രമല്ലേ നിൻ്റെ കയ്യിലുള്ളൂ, ഞാൻ നിന്നെ അയക്കുന്നു. ബൈബിളിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, 34-ാമത്തെ വാക്യം, I have heard their groaning and have come down to set them free. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു അവരെ സ്വതന്ത്രരാക്കാൻ. പക്ഷേ ഇവിടെ വേറൊരു കാര്യം മോശയോട് പറഞ്ഞേ, നീ പോവുക. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു വിടുതൽ പ്രാപിക്കാൻ. ഇന്ന് ദൈവം പറയുന്നത്, ഇന്ന് ഈ കോതമംഗല പട്ടണത്തിൽ ദൈവപ്രവൃത്തി ചെയ്യാൻ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. പക്ഷെ നമ്മളെയാണ് ദൈവം എക്യൂപ്പ് ചെയ്തേക്കുന്നത്. നമ്മളാണ് ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിലെ മോശമാർ. ദൈവം നമ്മളെ അയക്കുക ശൂന്യതകൾ പണിയുവാൻ. നൂറ്റാണ്ടുകളായി, അനേക തലമുറകളായി അടിമത്തത്തിൽ കഴിയുന്ന ഒരു ജനത്തെ വിടുവിച്ചെടുക്കുവാൻ അമ്പും പരിചയം കുന്തവും ഒന്നും ആവശ്യമില്ല. യഹോവയ്ക്ക് തേരും രഥങ്ങളും ആവശ്യമില്ല. ദൈവം വിടുവിക്കാൻ ഒരുങ്ങിയാൽ തൻ്റെ ആത്മാ, ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഇന്ന് സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ, അങ്ങയുടെ ആത്മാവിനാൽ ഞാൻ മതിലുകളെ, സ്കെയിൽ വാൾസ് ത്രൂ യുവർ സ്പിരിറ്റ്, ഞാൻ മതിലുകളെ ഞാൻ കയറി അതിൻ്റെ മീതെ മറിയും അങ്ങയുടെ ആത്മാവിനാൽ. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ഇന്ന് ഈ പകൽക്കാലം നമ്മളെ ദൈവം, മോശേനെ ദൈവം പുനരുദ്ധരിച്ചത് അവന് പണ്ട് മിസ്രൈമിലുണ്ടായിരുന്ന ഒന്നിലേക്കല്ല, അവന് ദിവ്യമായ ഒരു പുനരുദ്ധാരണമാണ് ദൈവം കൊടുത്തത്. ദൈവം ഇന്ന് നമ്മളെ റിസ്റ്റോർ ചെയ്യുന്നത് പണ്ട് നഷ്ടപ്പെട്ടു പോയ ഒന്നിലേക്കല്ല, ദൈവത്തിൻ്റെ ഒരു ബെഞ്ച് മാർക്കുണ്ട്. ആ ബെഞ്ച് മാർക്കിലേക്കാണ് ദൈവം നമ്മളെ, അതാണ് ഡിവൈൻ റെസ്റ്റോറേഷൻ. ദൈവം നമ്മളെ പുനരുദ്ധരിക്കുന്നത് പണ്ട് നഷ്ടപ്പെട്ടു പോയ ഒന്നിലേക്കല്ല, പകരം കണ്ണുകൾക്കും കാതുകൾക്കും മനുഷ്യ ഹൃദയങ്ങൾക്കും അറിഞ്ഞതും അറിയാത്തതുമായ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അതാണ് മോശേനെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അയക്കുന്നത് മോശേ, പണ്ട് നീ മിസ്രൈമിൽ കാണിച്ച മിടുക്കിനെ ബേസ് ചെയ്തല്ല ഞാൻ നിന്നെ അയക്കാൻ പോകുന്നത്, പുതിയൊരു അഭിഷേകത്തിലാണ്. നീ ഒന്നും ചെയ്യണ്ട, നിന്നു കൊടുത്താൽ മാത്രം മതി. ഇന്ന് വരെയും ചരിത്രത്തിൽ യുദ്ധങ്ങളൊന്നും സാധാരണഗതിയിൽ അമ്പോ വില്ലോ കുന്തോ ഒന്നും ഇല്ലാതെ നടക്കാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ദൈവം പറഞ്ഞാൽ, ഞാൻ പുതിയൊരു രീതിയിൽ യുദ്ധം കാണിച്ചു തരാം. ഞാൻ പുതിയൊരു രീതിയിൽ, ദാവീദെ ഞാൻ നിനക്ക് വേണ്ടി പുതിയൊരു രീതിയിൽ കാണിച്ചു തരാം. ശൗല് കൂട്ടരും ചിലപ്പം കണ്ടു കാണത്തില്ല, ഇസ്രായേൽ പോലും ഒരിക്കലും കണ്ടു കാണത്തില്ല. വെറും ഒരു കല്ലും ഒരു കാറ്റപ്പുൾട്ടും ഉപയോഗിച്ച് ഒരു മല്ലനെ താഴെ ഇറക്കാൻ തക്കവണ്ണം പുതിയൊരു രീതിയിൽ ഞാൻ യഹോശാഫാത്ത് നിന്നു കൊടുത്താൽ മതി, നിനക്കെതിരെ വരുന്ന ഈ വലിയ 3 സൈന്യത്തെയും ഞാൻ തന്നെ നാളെ രാവിലെയും കൊണ്ട് ഇല്ലായ്മ ചെയ്യാം. ദൈവമക്കളെ, ഇന്ന് കർത്താവേ എന്നെ പുനരുദ്ധരിക്കണമേ, ഇതാ ഞാൻ തയ്യാറായി വന്നിരിക്കുന്നു എന്നുള്ള ഒരു മനോഭാവത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരാം. മോശ ഒരിക്കലും അവൻ്റെ കയ്യിൽ കയ്യബദ്ധങ്ങളൊക്കെ വന്നുപോയി, എന്നാലും അതിൽ തന്നെ ഒടുങ്ങി നിൽക്കാതെ അവനൊരു തീരുമാനമെടുത്തു, ഞാൻ ദൈവമേ ഇതാ അവൈലബിൾ ആയിരിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ് അതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. നമ്മൾ കാണുന്നു, മോശേ നീ പോകുമെന്ന് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു, വേണ്ട, ഇനി എന്നെ അയക്കണ്ട, കർത്താവ് വേറെ ആരെങ്കിലും കാണുക. പക്ഷേ യേശു കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, ഇതാ ഞാൻ വരുന്നു. തിരുവെഴുത്തുകൾ എഴുതിയേക്കുന്നത് പോലെ ഇതാ ഞാൻ വരുന്നു, നിൻ്റെ ഇഷ്ടം നിറവേറുവാൻ ഇതാ ഞാൻ വരുന്നു. വാഴ്ത്തപ്പെട്ടവനെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദിവ്യത്വം മാറ്റിവെച്ച് താന്ന ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചെങ്കിൽ ഓർത്തുകൊള്ളുക, താൻ എല്ലാം വേണ്ടാന്ന് വെച്ച് പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടി എന്തൊക്കെ ഏൽപ്പിച്ചു കൊടുത്തോ അതെല്ലാം എടുത്ത് ദൈവം അതിനെ റീസ്റ്റോർ ചെയ്തപ്പം സകല രാജ്യത്വങ്ങൾക്കും പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും മേലായി നാമം നൽകി വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സകലതും പിതാവായ ദൈവം റീസ്റ്റോർ ചെയ്തതായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാനിടയായി തീരും. ഇന്ന് ഈ പകൽക്കാലം ചില കാര്യങ്ങൾ നമുക്ക് ദൈവത്തോട് പറയാം. കർത്താവേ, മോശനെ പോലെ ചിലപ്പം കാലങ്ങൾ കഴിഞ്ഞുപോയി, സമയങ്ങൾ കഴിഞ്ഞുപോയി, പ്രായം കടന്നുപോയി, വാഗ്ദത്തങ്ങളെല്ലാം
ഇനി ഒന്നും നിറവേറാൻ പറ്റത്തില്ല എന്ന് നിസ്സഹായരായി, എന്ന് വളരെ ഹോപ്പ്ലെസ്സായി ഇന്ന് ദൈവസന്നിധിയിൽ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ, എത്ര കാലം കഴിഞ്ഞു പോയാലും, മോശെ നിന്നെ ദൈവം ഒരു വിളിക്കായിട്ട് വിളിച്ചെങ്കിൽ, നിന്നെ ദൈവം ഉപയോഗിക്കാൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവം നിന്നെ റീസ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി മാത്രമായി ഒരു മുൾപടർപ്പ് ഇതാ മരുഭൂമിയിൽ കത്തുന്നുണ്ട്. അത് നിനക്ക് നീ ദൈവസന്നിധിയിൽ വേറിട്ടിരിക്കാൻ വേണ്ടി ഇന്ന് ഈ പകൽക്കാലം നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഞാൻ ദൈവസന്നിധിയിൽ വേറിട്ടിരിക്കാൻ ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇതാ ഞാൻ റീസ്റ്റോർഡ് ആവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നമ്മളുടെ ആ കുറിവാക്യത്തിലേക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓടി വരാം. യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിൻ്റെ നമ്മൾ വായിച്ചത് 4 അതിൻ്റെ 5-ഉം 6-ഉം കൂടെ വായിച്ചിട്ട് ഞാൻ ദൈവസന്നിധിയിൽ താന്നിരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ഐസയ്യാ ചാപ്റ്റർ 61 വേഴ്സ് 5 and 6. മതി, കണ്ടോ, ഒരു ദൈവത്തിൻ്റെ അഭിഷേകം വന്നു, ദൈവം വിടുവിച്ചെടുത്ത് പുറത്തു കൊണ്ടുവന്നു. ആ പുറത്തു കൊണ്ടുവന്ന ജനം മറ്റുള്ളവരെ സേർവ് ചെയ്യാൻ ഉള്ള വ്യഗ്രതയിലായിരുന്നു, മറ്റ് ശൂന്യതകളെ പണിയാൻ ഉള്ള വ്യഗ്രതയിലായിരുന്നു. അപ്പം അവർക്കെന്ത് പറ്റി? തൽഫലമായി അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ നോക്കാൻ ദൈവം വേറെ ആളെ അയച്ചു. ഫോറിനേഴ്സ്, വിജാതിയർ അവരുടെ മുന്തിരിത്തോട്ടങ്ങൾ നട്ടു വളർത്താനിടയായി തീർന്നു. അവരോ യഹോവയുടെ ആലയത്തിലെ പുരോഹിതന്മാരും ദൈവത്തിൻ്റെ സഭയിലെ ശുശ്രൂഷകന്മാരുമായിട്ട് തീർക്കും. ദൈവം എന്തിനാണ് വിടുവിച്ചുകൊണ്ട് വരുന്നത്? യെശയ്യാ പ്രവചനം 61-ന്റെ ആരംഭത്തിൽ ചുമ്മാതെ വിടുവിച്ച് സൗഖ്യവും വിടുതലും എല്ലാം നൽകി വീടിൻ്റെ 4 അതിരിലിരുന്ന് TV കാണാനും സമയം ചെലവഴിക്കാനും അല്ല. അവരെ വിടുവിച്ചുകൊണ്ട് വന്നത് ഒരു പണിക്ക് വേണ്ടിയാണ്. പക്ഷേ അവർ പണിയിൽ വ്യാപൃതരായിരിക്കുമ്പോൾ അവരുടെ വീട്ടുകാര്യങ്ങളെല്ലാം ദൈവം മറ്റുള്ളവരെ ഉപയോഗിച്ച് പണിത് എല്ലാം അവർക്ക് വേണ്ടി പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, നിങ്ങളും ഞാനും ഇവിടെ മോശ തന്നെ മറ്റുള്ളവരെ സേർവ് ചെയ്യാൻ പാസ്റ്റർ ദേവദാസനാണെങ്കിൽ പറയുമായിരുന്നല്ലോ, ഇനി ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് കണക്ട് ഗ്രൂപ്പ്സ് ആയിട്ട് ചിതറി നമ്മൾ ഈ ദേശം പിടിച്ചെടുക്കാൻ പോവുകയാണ്. ഞാൻ ചിന്തിക്കായിരുന്നു എന്ത് ആപ്റ്റ് ആൻഡ് ഐഡിയൽ ടൈമാണ്. കാരണം നമ്മളാണെങ്കിൽ ആ പ്രവൃത്തിക്ക് വേണ്ടി മറ്റുള്ളവരെ സേർവ് ചെയ്യാൻ അനേക പിശാച് നൂറ്റാണ്ടുകളായി ആക്കി വെച്ചിരിക്കുന്ന ശൂന്യതകൾ പണിയാൻ നമ്മൾ തയ്യാറായി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ ഗ്രഹം ദൈവം തന്നെ പണിയും, നമ്മുടെ ശൂന്യതകളെ ദൈവം തന്നെ പണിയും. അതിൻ്റെ എല്ലാ കുറവുകളും ദൈവം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നികത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ ശ്രദ്ധ എവിടെയാണെന്ന് വെച്ചാൽ, ദൈവമേ, ഇതാ ഞാൻ അവൈലബിൾ ആയിട്ടിരിക്കുന്നു, ഞാൻ അങ്ങയുടെ പണിക്കായി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്കിന്ന് ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. നമുക്കാണെങ്കിൽ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ പറയാം, കർത്താവേ, ഞാൻ ആ കുരുടനെ പോലെ എൻ്റെ ജീവിതം ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ഊരിൻ്റെ അനുഭവങ്ങൾ, ചില ബെത്സയിദയുടെ അനുഭവങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ യേശുവെ അങ്ങുമായി ഒറ്റയ്ക്കുള്ളൊരു യാത്രയ്ക്കായിട്ട് ഇതാ ഞാൻ തയ്യാറാകുന്നു. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വേറിട്ടിരിക്കാൻ അല്പമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞാൻ മറ്റ് എൻ്റെ ഡിസ്ട്രാക്ഷൻസ്, എൻ്റെ ബ്ലൈൻഡ്നെസ്, എൻ്റെ കുരുട് വന്ന സാഹചര്യം, ആ പട്ടണത്തോട് ഞാൻ വിട പറഞ്ഞ് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും കർത്താവ് പുതിയൊരു അധ്യായത്തിന് വേണ്ടി, ഈ പുതുവത്സരത്തിൽ പുതിയൊരു അധ്യായത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മോശയെ പോലെ എത്ര കാലങ്ങൾ കഴിഞ്ഞു പോയാലും ദൈവം ഇതാ നമ്മളെ റീസ്റ്റോർ, മോശയ്ക്ക് നഷ്ടപ്പെട്ടു പോയ അവൻ്റെ ആ വാക്ചാതുരത, അവൻ ചെയ്തുകൊണ്ടിരുന്ന അവൻ്റെ ആ പ്രവൃത്തിയുടെ ബലം, അതെല്ലാം അവന് നഷ്ടപ്പെട്ടു പോയെങ്കിലും ഇസ്രായേൽ ജനത്തെ അവൻ സേർവ് ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവനെപ്പറ്റി പറയുന്നത് അവൻ അതിശക്തനായ ഒരു നേതാവാക്കി സ്വർഗത്തിലെ ദൈവം അവനെ മാറ്റുവാനിടയായി തീർന്നു. അവനാണെങ്കിൽ ദൈവം അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞില്ല, കർത്താവേ, എൻ്റെ പഴയതെല്ലാം അങ്ങ് പുനഃസ്ഥാപിക്കണമെന്ന്. അവൻ മറ്റുള്ളവരെ സേർവ് ചെയ്യുന്ന ആ തിരക്കിൻ്റെ ഇടയിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവന് നഷ്ടപ്പെട്ടു പോയതിൻ്റെ 10 മടങ്ങ് ദിവ്യമായി ദൈവം പുനരുദ്ധരിച്ച് അവന് നൽകുവാനായിട്ടിടയായി. മോശയെപ്പോലെ അതിശക്തനായ ഒരു വാഗ്മിയും പ്രവൃത്തിയിലും ശക്തനായ ഒരു വ്യക്തി വേറെ അപൂർവം ചിലർ മാത്രമേ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എന്നെ പുനരുദ്ധരിക്കണം. എന്നെ വിടുവിച്ചുകൊണ്ട് വന്നത് എന്തിനെന്ന് ഞാൻ ഇന്ന് ഈ പകൽക്കാലം വ്യക്തമായി തിരിച്ചറിയുന്നു. വെറുതെ ഈ വിടുതൽ പ്രാപിച്ച് ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ ഒതുങ്ങിക്കൂടാനായിട്ടല്ല, പകരം പല ശൂന്യതകളും പണിയുവാൻ കർത്താവ് ഈ ദേശത്ത് പിശാച്
പലരെയും അവൻ പല രീതിയിലും ഡിസപ്ഷൻ ഉപയോഗിച്ച്, അതായത് പിശാചാണെങ്കിൽ പല രീതിയിൽ അവരുടെ കണ്ണുകളെ കുരുടാക്കി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം അതിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പുറത്ത് കൊണ്ടുവരുവാൻ തക്കവണ്ണ ഒരു അഭിഷേകം എന്നിൽ വ്യാപരിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഇന്ന് ഈ പകൽക്കാലം. അങ്ങനെ എല്ലാ ദൈവമക്കളും ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ സമർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ വലിയൊരു നല്ല കാര്യമായിരുന്നു അത്. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ലോർഡ്. നമുക്ക് ഒരു നിമിഷം നമ്മുടേതായ ഭാഷകൾ ദൈവത്തോട് പറയാം. കർത്താവേ, പുതിയൊരു വർഷത്തിൽ അങ്ങനെ പുനരുദ്ധരിക്കുവാൻ ഇതാ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞാൻ എൻ്റെ വഴിയിൽ കൂടി അല്ല ഇത് നേടിയെടുക്കുവാൻ, എൻ്റെ അറിവിലും എൻ്റെ സാമർഥ്യത്തിലും ഞാൻ പഠിച്ചതിലും അതിനെ ഒന്നും ബേസ് ചെയ്തല്ല ഞാൻ കർത്താവെ ഇനി അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ പോകുന്നത്. പകരം അങ്ങ് എങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നോ ഒരു ശിശുവിനെ പോലെ തിരിഞ്ഞ് ഞാൻ പൂർണ്ണമായും അങ്ങയുടെ വാക്കിൽ, അങ്ങയുടെ കൽപ്പനയിൽ, അങ്ങയുടെ ശബ്ദത്തിൽ ഞാൻ വലയിറക്കുവാൻ കർത്താവെ ഈ ശൂന്യതകളെ പണിയുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ കംഫോർട്ടല്ല ഞാൻ നോക്കുന്നത്, ഈ ശൂന്യത വരും തലമുറകൾക്ക് വേണ്ടി ഞാൻ പണിയും, ഈ ദേശത്ത് തന്നെ ഞാൻ പണിയും എന്നുള്ളൊരു സമർപ്പണത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ഞാനാണെങ്കിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും വേണ്ടി. സ്വർഗസ്ഥനായ ദൈവമേ, അങ്ങയുടെ തിരുവചനത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. കർത്താവെ, അങ്ങ് യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വന്നിരിക്കുന്നു എന്ന് വാഴ്ത്തപ്പെടുന്ന കർത്താവായ യേശു ക്രിസ്തു ആ പ്രവചനം തൻ്റെ ജീവിതത്തിൽ നിവർത്തിച്ച് നമ്മളോട് പറഞ്ഞ അതേ കർത്താവെ അങ്ങയുടെ വാക്യത്തെ ഞങ്ങൾ സ്വീകരിച്ച് ഈ അഭിഷേകത്തിൽ ഞങ്ങളും കടന്നുപോയി കർത്താവെ ശൂന്യതകളെ പണിയുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്നതെല്ലാം പുനരുദ്ധരിച്ച് തിരുനാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ദൈവകൃപയ്ക്കായി നന്ദി കരേറ്റുന്നു. മൗണ്ടൻ ഓഫ് ഗോഡ് ചർച്ച് അങ്ങേക്ക് വേണ്ടി കർത്താവെ ഒരു പുതിയ അധ്യായം ഇവിടെ കുറിക്കാൻ പോകുന്നത് കൊണ്ട് ദൈവത്തിന് നന്ദി കരുതുന്നു. കർത്താവെ, ഞങ്ങളുടെ മക്കളെ അതിശക്തമായി അങ്ങ് ഉപയോഗിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദി. എല്ലാ പ്രാർത്ഥനകളും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു പ്രിയ പിതാവേ, ആമേൻ.